പ്രിയപ്പെട്ടവരെ, ശ്രീ ലിസ്നോ, ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കാന്നുള്ളത് സുരാജേട്ടന്റെ ഒരു ഐഡിയ ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക. അങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതിന്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ള സിനിമ. അപ്പം ED എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമയ്ക്കൊക്കെ മുതിർന്നത്. എനിവേ വളരെയധികം സന്തോഷം. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രൊമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത്. സോ വളരെയധികം സന്തോഷം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ എല്ലാവരും കൂടെ ഇതിന്റെ വിവിധതരം ഇന്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളിലെല്ലാം പോയി അവിടെ എവിടെയൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കുകയും ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസിന്റെയും വിലാസിനി സിനിമാസിന്റെയും ഒരു തോന്നൽ. അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിനിമ ARM എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറിയ ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയായി മാറുമെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട്. ഇനി എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ട്. ഈ രാവിലെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. താങ്ക് യു ശ്രീ സ്റ്റീഫൻ. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ARM എന്ന 100 കോടി നേടിയ ചിത്രത്തിന് ശേഷമാണ് മാജിക് ഫ്രെയിംസിന്റെ മേഖല ഈ ഒരു ചിത്രം വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വ്യക്തിയെ തന്നെയാണ്. മിത്രിയിൽ നിന്ന് ആരംഭിച്ച് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടൻ. ചട്ടമ്പിനാടിലെ ദശമൂലം ദാമു ആയാലും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഭാസ്കര പൊതുവാളായാലും ഏതൊരു കഥാപാത്രമായാലും അതിന്റെ തന്മയത്വത്തോടുകൂടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയതാരം സുരാജേട്ടൻ. നാഷണൽ അവാർഡ് നേടിക്കൊണ്ട് മലയാളികളുടെ അഭിമാനം കൂടിയായ വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ചിത്രത്തില് അദ്ദേഹം ഒരു ഡബിൾ റോളിലാണെന്ന് പറയാം. ക്യാരക്ടർ വൈസ് അല്ല, ഈ സിനിമയില് അദ്ദേഹം നായകൻ മാത്രമല്ല, ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് വിലാസിനി സിനിമാസിന്റെ ബാനറിൽ അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത്. അപ്പൊ നല്ലൊരു കൈ കൊടുത്തോണ്ട് ലെറ്റ്സ് വെൽക്കം നമ്മുടെ സൈക്കോ ബിനു സുരാജ് പിന്നാർമോട് ഓൺ സ്റ്റേജ്. സുരാജേട്ടാ നല്ല ഡീസന്റ് ആയിട്ട് എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുണ്ടല്ലോ. അതെ, ഡീസന്റ് ആണെന്ന് പറഞ്ഞപ്പോ ആരും വിശ്വസിക്കണ്ട. നമ്മളെല്ലാവരും കോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന പോരാ.